സാഗരമേ ശാന്തമാകനീ. പ്രണയഗാനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ സത്യം. പ്രിയ ആത്മീയ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു സിനിമാ പ്രണയഗാനത്തിൽ എനിക്ക് മനസ്സിലായ ചില ആത്മീയ സത്യങ്ങളാണ്. സാഗരമേ ശാന്തമാകനീ എന്ന ഗാനം നാം പലപ്പോഴും ഒരു പ്രണയഗാനമായി കേൾക്കാറുണ്ട്. പക്ഷേ ഈ പാട്ട് ശ്രദ്ധയോടെ കേട്ടാൽ അതിൽ മനുഷ്യൻ്റെ മനസ്സിനെയും ആത്മീയ യാത്രയെയും കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു. സാഗരമേ ശാന്തമാകനീ. ഇവിടെ സാഗരം എന്നത് പുറത്തുള്ള കടൽ മാത്രമല്ല, ഇത് നമ്മുടെ ഉള്ളിലെ സാഗരമാണ്. ചിന്തകളാൽ, വികാരങ്ങളാൽ, ആഗ്രഹങ്ങളാൽ, ഭയങ്ങളാൽ നിറഞ്ഞ നമ്മുടെ മനസ്സിൻ്റെ സാഗരം. ആ മനസ്സിനോടാണ് പാട്ട് പറയുന്നത്, ശാന്തമാകൂ. ഇതാണ് ധ്യാനത്തിൻ്റെ ഹൃദയം. മനസ്സ് ശാന്തമായാൽ മാത്രമേ ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനാകൂ. സന്ധ്യാരാഗം മായുന്നിത. സന്ധ്യ എന്നത് ദിനത്തിൻ്റെയും രാത്രിയുടെയും ഇടവേളയാണ്. അതുപോലെ മനുഷ്യജീവിതത്തിലും ചില ഇടവേളകളുണ്ട്. യൗവനത്തിൻ്റെയും വൃദ്ധാവസ്ഥയുടെയും ഇടവേള, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഇടവേള. ഇവയെല്ലാം കടന്നു പോകുന്ന അവസ്ഥകളാണ്. ഒന്നും സ്ഥിരമല്ല. ഇത് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ജീവിതത്തിലെ മാറ്റങ്ങളെ സ്വീകരിക്കാൻ കഴിയും. ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം വരും, എല്ലാം പോകും. അടുത്ത വരി, ചൈത്രദിന വധു പോകയായി ദൂരെ യാത്രാമൊഴിയുമായി. ചൈത്രം പുതുമയുടെ വസന്തത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ ആ പുതുമയും വിട പറഞ്ഞു പോകുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൗന്ദര്യവും യുവത്വവും ബന്ധങ്ങളും എല്ലാം താൽക്കാലികമാണ്. ഒന്നിനോടും അമിതമായി അറ്റാച്ച്ഡായി നാം പിടിച്ചു നിൽക്കുമ്പോൾ അവ പോകുമ്പോൾ നാം തകർന്നു പോകുന്നു. ആത്മീയ ബോധം നമ്മെ പഠിപ്പിക്കുന്നത് പരിചയപ്പെടുക, സ്നേഹത്താൽ ബന്ധപ്പെടുക, സ്നേഹിക്കുക, പക്ഷേ അറ്റാച്ച്ഡായിട്ട് പിടിച്ചു നിൽക്കരുത്. അടുത്ത വരി, തളിർത്തൊത്തിൽ ആരോ പാടി തരൂ ഒരു ജന്മം കൂടി. ഇത് മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ്. ഇനിയും ഒരു ജന്മം കൂടി വേണം, ഇനിയും അനുഭവിക്കണം ജീവിതത്തെ, ഇനിയും നേടണം എന്ന ആഗ്രഹം. പുനർജന്മത്തിൻ്റെ ആശയം ഇവിടെ വരുന്നു. പക്ഷെ ആത്മീയമായി നോക്കുമ്പോൾ ഓരോ ജന്മവും നാം പഠിക്കാനുള്ള പാഠങ്ങളാണ്. പാഠങ്ങൾ പഠിക്കാതെ പോയാൽ അവ വീണ്ടും വീണ്ടും നമ്മെ തേടി വരും. ഇതായിരിക്കും ജീവിതചക്രത്തിൻ്റെ അർത്ഥം. ചൈത്ര വിഭജിക മൂകമായി എന്തേ മൗനസമാധിയായി എന്ന അടുത്ത വരി. ഇത് വളരെ ആഴമുള്ള വരിയാണ്. സംഗീതം നിശബ്ദമാകുന്നു, പുറത്തെ ശബ്ദങ്ങൾ ഒടുങ്ങുന്നു, അപ്പോൾ അവിടെ മൗനം മാത്രം. ഈ മൗനം ഒരു ശൂന്യതയല്ല, അത് സമാധിയാണ്. ധ്യാനത്തിൽ നാം എത്താൻ ശ്രമിക്കുന്നത് ഇതിലേക്കാണ്. പുറത്തെ ശബ്ദങ്ങൾ നിശബ്ദമാകുമ്പോൾ ഉള്ളിലെ സമാധി അനുഭവപ്പെടുന്ന അവസ്ഥ. അടുത്ത വരി, വിഷുപക്ഷി ഏതോ കൂട്ടിൽ വിഷാദാർദ്രം എന്തേ പാടി. പക്ഷി കൂട്ടിലായപ്പോൾ പാടുന്ന പാട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ലോങ്ങിങ് ആണത്. ഇത് മനുഷ്യാവസ്ഥയോട് വളരെ സാമ്യമുണ്ട്. നാം ശരീരത്തിൽ കുടുങ്ങിയ ആത്മാക്കളായി ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. സ്വാതന്ത്ര്യം തേടുന്ന ആത്മാവിൻ്റെ കരച്ചിലാണ് പലപ്പോഴും നമ്മുടെ വിഷാദം. പക്ഷെ ധ്യാനം ചെയ്യുമ്പോൾ ഈ കൂട്ടിൽ നിന്നുള്ള മോചനം നമുക്ക് അനുഭവിക്കാം. 100 ചൈത്ര സന്ധ്യാരാഗം പൂതൂകാവു നിന്നാത്മാവിൽ എന്നതാണ് അടുത്ത വരി. നമ്മുടെ ആത്മാവിൽ അനവധി സന്ധ്യാരാഗങ്ങൾ, സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും എല്ലാം പൂ പോലെ വീഴുന്നു. എന്നാൽ ആത്മാവ് അതിനപ്പുറവുമാണ്. ആത്മാവ് ഒരു സാക്ഷിയാണ്.
സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും എല്ലാം പൂ പോലെ വീഴുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആത്മാവ് ഇതിനൊക്കെ അപ്പുറമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഉയർന്ന തലത്തിലാണ്. കാരണം ആത്മാവ് ഒരു സാക്ഷിയാണ്. വരുന്നതും പോകുന്നതും കാണുന്ന ഒരു ശുദ്ധ ബോധം. പ്രിയപ്പെട്ടവരെ, ഈ പ്രണയഗാനമായി നാം കേൾക്കുന്ന ഈ പാട്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ കലഹവും അതിനപ്പുറവുമുള്ള ശാന്തതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറത്ത് സമാധാനം തേടി നടക്കാതെ ഉള്ളിലെ സാഗരം ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് ആത്മീയ യാത്ര. ധ്യാനം അതിന് ഏറ്റവും ലളിതമായ മാർഗമാണ്. അപ്പോൾ പ്രണയം പോലും ആത്മീയതയാകുന്നു, ഗാനം പോലും ഗുരുവാകുന്നു, സിനിമ പോലും സത്യത്തിലേക്കുള്ള വാതിലാകുന്നു. എന്തിലും നല്ലതിനെ കാണുന്ന, എന്തിലും നന്മ ഉണരുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആത്മീയതയ്ക്കുള്ള യാത്ര, ആത്മീയതയിലുള്ള യാത്ര, ആത്മീയത പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ദർശനം എല്ലാം അത്യധികം പവിത്രമാകും എന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ, സ്നേഹം. ആത്മീയ യാത്ര നന്നായി തുടർന്ന് പോകട്ടെ. അതിലെപ്പോഴും അത്യധികം സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കട്ടെ. നന്ദി, സ്നേഹം, നമസ്തേ.